ലളിതേ, എടി ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ ഒരു 100 ഗ്രാം റീൽ ഇട്ടിട്ടുണ്ട്. അല്ല, 100ാമത്തെ റീൽ ഇട്ടിട്ടുണ്ട്. ലൈക്കും കമന്റും ഷെയറും ഒക്കെ തന്നെ എന്നെ ഒന്ന് കയറ്റി വിട്ടേക്കണേടി. കഞ്ഞി വെക്കുവാന്നോ? എടുത്ത് കളഞ്ഞിട്ട് എന്റെ റീല് കാണടി. ചേട്ടൻ അങ്ങനെ ഇവിടെ ഉണ്ട്. ഓ, ഒന്നും പറയണ്ടടി, ഭയങ്കര വഴക്കും മല്ലുവാ. തൊട്ടത്തും പിടിച്ചതും എല്ലാം കുറ്റമാ. പോരാത്തന് ഇപ്പൊ പുതിയൊരു അസുഖം തുടങ്ങിയിട്ടുണ്ട്, സംശയം. കാലം കൂടെ മടക്കി വെച്ചോളാം. ഇങ്ങോട്ട് വന്നേ. എവിടെ പോയാടി നീ വിരുന്നുണ്ണാൻ? ഞാനെങ്ങും പോയില്ല വിരുന്നുണ്ണാൻ. നീ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ വിരുന്നുണ്ടെന്ന്. അയ്യോ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. അയ്യോ, അപ്പൊ ഞാനിങ്ങോട്ട് വരുന്നതാണ് നിന്റെ പ്രശ്നം. ഇല്ലോടി, അതാണ് ഞാൻ ജോലിക്ക് പോകുമ്പോ തലേണ അത്രയും വലുപ്പമുള്ള പൊതിച്ചോറത്തിനാണ് എനിക്ക് കെട്ടിത്തരുന്നത്. അയ്യോ, നിങ്ങൾ വയറ് നിറച്ച് കഴിക്കട്ടെന്ന് വിചാരിച്ചല്ലോ മനുഷ്യ വലിയ പൊതിച്ചോറ് കെട്ടിത്തരുന്നേ. നിന്റെ അടവ് നിന്റെ കയ്യിലിരുന്നാ മതി. ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കുമ്പോൾ അധികം വരും. അത് ഞാൻ വൈകിട്ട് കഴിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങാതല്ലോടി. അപ്പൊ നിന്റെ റീലങ്ങ് നടക്കുമല്ലോ. നിനക്ക് വേണ്ടി ഏതോ തമിഴിന് എഴുതി തന്ന പാട്ട് നീ കറക്റ്റാ, പക്കാ ലോക്കലാ. അനാവശ്യം പറയരുത്. ഈ കാണുന്ന എന്റെ കണ്ണല്ല, റിതം പാടല്ല നിനക്ക് വായിക്കാൻ. ഞാൻ ഇത് പറഞ്ഞിട്ട് അതെന്തുവാ? വെറുതെ എന്താ എഡിറ്റർമാർക്ക് പണി കൊടുക്കുന്നേ? മനസ്സിലായി. നിങ്ങൾ എന്നെ ടൂ വെച്ചില്ലയോ? നിന്റെ ടൂന്നല്ല, നിന്റെ ടുട്ടൂന്ന് വെക്കും. എത്ര ടൂ വെച്ചാലുമേ നിങ്ങൾ എന്റെ പ്രാണനാ. അത് ഞാൻ സമ്മതിച്ചു. ഞാനൊരു പ്രാണൻ, മറ്റേ പ്രാണൻ ആരാ? എന്തൊരു സംശയം മനുഷ്യ ഇത്. എങ്ങനെ സംശയിക്കായിരിക്കൂടി? ഇന്നലെ പാരാത്രി 12 മണിക്ക് നമ്മുടെ വീടിന്റെ പുറത്തോടെന്താണ് ഈ വിമാനം വട്ടവിട്ട് കറങ്ങിയത്. അത് ലാൻഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് കിടന്ന് കറങ്ങിയതാ. ഞാനിവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ലാൻഡ് ചെയ്യാഞ്ഞ്. ഇനി നീ പൈലറ്റിനെ വിളിക്കുമ്പോ പറയണം ഞാനിവിടെ റൺവേ പണിഞ്ഞു കൊടുക്കാമെന്ന്. അയ്യോ, നിങ്ങളുടെ സംശയം കാരണം നിങ്ങൾ എന്നെ ഒരു ജോലിക്ക് പോലും വിടത്തില്ല. എത്ര അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നതാ എനിക്ക്. ഇന്നലെ വന്നിട്ടുണ്ട് ഒരു മെയില്. വളരെ നായിരിക്കും. എന്തുവാ മയില് വന്നത്? മയിലല്ല, ജോലിക്കുള്ള ഓർഡർ ഇമെയില്. ആ കലണ്ടർ, ഇതെന്താണ് ഈ കലണ്ടറെ സൂചി കുത്തി വെച്ചേക്കുന്നേ? അത് ഞാൻ തയ്ച്ചിട്ട് ഇങ്ങോട്ട് അങ്ങ് പെട്ടെന്ന് കുത്തുന്നതാ. അതെന്റെ കാലെ കൊണ്ടാൽ അയ്യോ വഴക്കുണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ? ഇത്രയും പൊക്കത്തിൽ കിടക്കുന്ന സൂചി എങ്ങനെയാ മനുഷ്യ നിങ്ങളുടെ കാലെ കൊള്ളുന്നേ? ഇതെന്റെ വീട്, എന്റെ ഭിത്തി, എന്റെ കസാര. എനിക്ക് തോന്നുന്നു ഈ കസാര കയറിയിട്ട് കലണ്ടറിൽ ഒന്ന് ചവിട്ടണം തോന്നിയിട്ടില്ല. ഇങ്ങനെയാലേ നിങ്ങളുടെ മുട്ടുകാരിയെ തല്ലി ഓടിക്കും ഞാൻ. അയ്യോ, എപ്പോഴാ എന്റെ മുട്ടുകാർ തല്ലി ഓടിക്കുന്നത്? ഇപ്പൊ തന്നെ തല്ലി ഓടിക്കും. എടാ സുധാകരോ എന്നിട്ട് ഓടി തല്ലടാ. ഇവളെന്നെ മുട്ടുകാർ തല്ലി ഓടിക്കണം നിനക്ക് കാണാം. എന്തിനാ സുധാകരനെ വിളിക്കുന്നേ? അയലക്കത്താര് വടക്കുണ്ടാക്കുന്ന കാണാൻ സുധാകരന് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും കണ്ടാ സുധാകരൻ അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. നീ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതാണ് സുധാകരനെ സൂചിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എന്നെ ഒന്ന് കാണണമായിരുന്നു. രവിവർമ്മ ചിത്രം വരച്ചതുപോലായിരുന്നു. എന്താ നോക്കുന്നേ? രവിവർമ്മ ഏത് ഭാഗത്താ വരച്ചു നിർത്തിയത് നോക്കി. നിങ്ങൾക്ക് കളിയാക്കാനല്ലേ അറിയത്തുള്ളൂ. ഈ വീട്ടിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? ആര് പറഞ്ഞിട്ട് എനിക്ക് കൂടെ ഉത്തരവാദിത്തമില്ലെന്ന്? നല്ല കിടക്കാച്ചി വഴക്കി ഉണ്ടാക്കുന്നില്ലയോ? ലോൺ എടുത്ത പൈസ നിങ്ങൾ നാളെ തിരിച്ചടയ്ക്കണം. ജോൺ എടുത്ത പൈസ ജോണിനോട് പറയണം പോയി അടക്കാൻ. അല്ലെങ്കിൽ മോഹൻ അല്ല അടക്കേണ്ടത്. അയ്യോ, ജോണല്ല, ലോണ്. അതെങ്ങനെ? ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വിവരം ഒക്കെ വേണം. എന്നോട് സംസാരിക്കുമ്പോൾ ഇവൾ ഇങ്ങനെ, വേറെ ആളോട് സംസാരിക്കുമ്പോൾ ഇവൾ ഇങ്ങനെ. അയ്യോ, അതിനൊന്നും സംശയമാണോ? നിങ്ങളുടെ ഈ ഒടുക്കത്തെ സംശയം കാരണം ഈ വീടിന്റെ മുമ്പിൽ കൂടെ ഒറ്റ മനുഷ്യൻ വഴി നടക്കാറില്ല, അറിയാം. ഒബ്ജക്ഷൻ യുവറാണ്. ഞാൻ ചോദിക്കേണ്ട ചോദ്യം നീ എനിക്ക് ഇങ്ങോട്ടിട്ട് തന്നോ? എന്തോ ചോദ്യം? ഞാനിത് ഇവിടെ ഇല്ലാത്തപ്പോൾ വടക്കേലെ ബിജു എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അയ്യോ, കേറിക്കാരി അങ്ങോട്ടായി പോന്നേ. നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ട് വരുമ്പോഴേ ആ ബിജു കുഞ്ഞാ. ഇപ്പൊ അവനെങ്കിൽ നീ അറിഞ്ഞില്ലയോ? എടോ മനുഷ്യ, ആ ചെറുക്കൻ ഒരു ചെറിയ ബമ്പർച്ചിരി കാണാൻ വരുന്നതാ ഇവിടെ. അവന്റെ വീട്ടിലെ ജീവിക്കത്ത് കിരി കാണത്തില്ലയോ? അവന്റെ വീട്ടിലെ ജീവിക്കത്ത് കാണുന്നത്. അയ്യോ, ബമ്പർച്ചിരി കാണാനെന്ന് പറഞ്ഞ് വന്നിട്ട് അകത്തൊന്ന് അടക്കിച്ചിരി അതിനോട് ഞാൻ കേൾക്കുന്നത്. എടോ മനുഷ്യ, ആ ബിജു ഇവിടെ വരുന്നുണ്ട്. എന്തൊക്കെ ഉപകാരങ്ങളുണ്ടെന്ന് അറിയാമോ? എന്ത്? ബിജു വിറവ് കീറും, ബിജു വെള്ളം കോരും, ബിജു റേഷൻ കടയിൽ പോകും, ബിജു കറണ്ട് ബില്ല് വരെ അടയ്ക്കും. ഇതൊക്കെ വെള്ളം കോരി കൊടുക്കാൻ ബിജു, വിറവ് കീറി കൊടുക്കാൻ ബിജു, റേഷൻ കടയിൽ പോകാൻ ബിജു, എന്റെ ഇലയിറക്കാൻ സിജു, തനി ബിജു. അനാവശ്യം പറയുന്ന കാലമാണ്. ഇന്ന് നിങ്ങളെ കാണിച്ചു തരും. ഇവളെന്തോന്ന് പറഞ്ഞു. ഹലോ ചെക്ക് ചെക്ക്. ആ കേൾക്കുന്നുണ്ട്. കണ്ണോടെ അവിടെ ഉണ്ട്. ഇനി ഒരു നിമിഷം. താടി വായിക്കൂടെ. നീ എന്തോ കൊണ്ടുവന്നെന്ന് എനിക്കൊന്ന് കാണണം. അയ്യടി, അയ്യോ എന്റെ ഉടുപ്പ്, അയ്യോ എന്റെ മുണ്ട, അയ്യോ എന്റെ നിക്കറ്. ഇതൊക്കെ എടുത്തോണ്ട് നീ എവിടെ പോവാടി? ഇതൊക്കെ എടുത്തോണ്ട് ഞാനല്ല പോകുന്നത്. പിന്നെ ആരാ? ഇതൊക്കെ എടുത്തോണ്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ അറിയിക്കണം. ഞാൻ തനിച്ചോ? അല്ല, കൂടെ സംശയമുണ്ടല്ലോ. കെട്ടിപ്പിടിച്ചങ്ങ് പൊക്കോ. മനസ്സിലേ?